സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ എന്നാണ്. അപ്പൊ ഞാൻ ആദ്യമേ അതിന്റെ കമ്പാരിസൺ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചിരുന്നു. നോൺ സൈക്ലിക്കിൽ അകത്ത് ബോത്ത് ഫോട്ടോസിസ്റ്റം 2 ആൻഡ് ഫോട്ടോസിസ്റ്റം 1 ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആദ്യം റിയാക്ഷൻ അല്ലെങ്കിൽ ഈ ഫോസ്ഫോറിലേഷന്റെ സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫോട്ടോസിസ്റ്റം 2 നിന്നാണ്. ഫോട്ടോസിസ്റ്റം 2 അല്ലെങ്കിൽ P680 നിന്നാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആന്റിന മോളിക്യൂൾസ് ഉണ്ട്. ആന്റിന മോളിക്യൂൾസ് they will pass ഇവിടെ വന്ന് വീഴുന്ന ഫോട്ടോണിനെ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് അതിനെ എങ്ങോട്ട് പാസ് ചെയ്ത് വിടുന്നു? റിയാക്ഷൻ സെന്റർ ആയ P680 പാസ് ചെയ്ത് വിടുന്നു. റിയാക്ഷൻ സെന്റർ ആയ P680 പാസ് ചെയ്ത് വിടുന്നു. എന്നിട്ട് ഇവിടെ നിന്നും സാധാരണ ഫസ്റ്റ് പറഞ്ഞതുപോലെ എനർജൈസ്ഡ് ഇലക്ട്രോൺസ് പുറത്തോട്ട് വരുന്നു. P680 നിന്നും എനർജൈസ്ഡ് ഇലക്ട്രോൺസ് വന്നിട്ട് ആദ്യം അതൊരു പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്ററിലോട്ട് പ്രവേശിക്കുന്നു. പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ. ഞാൻ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലെ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്ന് പറഞ്ഞത് FRS ഫെറിഡോക്സിൻ റെഡ്യൂസിങ് സബ്സ്ട്രേറ്റ്. ഇവിടെ ഫിയോഫൈറ്റിൻ ആണ് നമ്മുടെ പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്ന് പറയുന്നത്. പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്ററിൽ നിന്നും നേരെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോൺ കാരിയർ ആയ പ്ലാസ്റ്റോക്വിനോണിലോട്ടാണ്. പ്ലാസ്റ്റോക്വിനോൺ. ഇലക്ട്രോൺസ് മൂവ് ഫ്രം പ്രൈമറി ഇലക്ട്രോൺ അക്സെപ്റ്റർ ടു പ്ലാസ്റ്റോക്വിനോൺ. പ്ലാസ്റ്റോക്വിനോണിൽ നിന്നും മറ്റൊരു ഇലക്ട്രോൺ കാരിയർ ആയ സൈറ്റോക്രോം B6 പോകുന്നു. സൈറ്റോക്രോം B6 നിന്നും മറ്റൊരു ഇലക്ട്രോൺ കാരിയർ ആയ സൈറ്റോക്രോം F പോകുന്നു. സൈറ്റോക്രോം F. ഈ സൈറ്റോക്രോം B6 നിന്നും സൈറ്റോക്രോം F പോകുമ്പോൾ അല്ലെങ്കിൽ ഈ സൈറ്റോക്രോം കോംപ്ലക്സുകൾക്കുള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഫോസ്ഫോറിലേഷൻ നടക്കുന്നു. അതായത് ഒരു ADP ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റുമായി കമ്പൈൻ ചെയ്ത് ATP ആയി മാറും. ഓക്കെ, അപ്പൊ സൈറ്റോക്രോം F നിന്നും then it moves to another electron carrier called plastocyanin. പ്ലാസ്റ്റോക്വിനോൺ ആൻഡ് പ്ലാസ്റ്റോസയാനിൻ. ഞാനത് എഴുതിയില്ലായിരുന്നു. പ്ലാസ്റ്റോക്വിനോൺ ആൻഡ് പ്ലാസ്റ്റോസയാനിൻ. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഞാനിത് എലാബറേറ്റ് ചെയ്ത് എഴുതിയില്ലായിരുന്നു. സോ പ്ലാസ്റ്റോസയാനിനിൽ നിന്നും നെക്സ്റ്റ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? ഇലക്ട്രോൺസ് moves to the photosystem 2 അല്ലെങ്കിൽ P700 റിയാക്ഷൻ സെന്ററിലോട്ട് എൻ്റർ ചെയ്യാണ്. ഇവിടെ ഈ ഇലക്ട്രോൺസിനെ വീണ്ടും എനർജൈസ് ചെയ്യാനായിട്ട് ആന്റിന മോളിക്യൂൾസ് ഫോട്ടോൺസ് വഴി ലൈറ്റ് എനർജിയെ അബ്സോർബ് ചെയ്യുന്നു. എന്നിട്ട് അത് P700 എത്തിയിരിക്കുന്ന P700 റിയാക്ഷൻ സെന്ററിലോട്ട് പാസ് ചെയ്യുന്നു. ഇവിടെ വീണ്ടും ഇലക്ട്രോൺസ് എനർജൈസ്ഡ് ഇലക്ട്രോൺസ് വീണ്ടും ഒരു ഇലക്ട്രോൺ അക്സെപ്റ്ററിലോട്ട് പോകുന്നു. ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റർ. ഇവിടെ ഈ ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ FRS തന്നെയാണ്, ഫെറിഡോക്സിൻ റെഡ്യൂസിങ് സബ്സ്ട്രേറ്റ് ആണ്. അവിടെ നിന്നും ഈ ഇലക്ട്രോൺ അക്സെപ്റ്ററിൽ നിന്നും ഇത് നേരെ മറ്റൊരു കാരിയർ ആയ ഫെറിഡോക്സിനിലേക്ക് പോകുന്നു. ഫെറിഡോക്സിനിലേക്ക് പോകുന്നു. ഫെറിഡോക്സിനിൽ നിന്നും ഈ രണ്ട് ഇലക്ട്രോണിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ, ഈ രണ്ട് ഇലക്ട്രോൺ നേരെ NADP റെഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. 2 ഇലക്ട്രോൺസ് ഇവിടെ വരുന്നു. NADP റെഡ്യൂസ് ചെയ്ത്
NADP റെഡ്യൂസ് ചെയ്ത് NADPH+ ആയിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നു. പക്ഷെ ഇവിടെ 2 ഇലക്ട്രോൺസ് മാത്രം പോരാ, 2 പ്രോട്ടോൺസ് കൂടി വേണം, അല്ലെങ്കിൽ 2H+ കൂടി വേണം. അപ്പം ആ 2 പ്രോട്ടോൺസിനെ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് വാട്ടറിനെ H2O വാട്ടറിനെ ഫോട്ടോലിസിസ് ചെയ്ത്, ഫോട്ടോലിസിസ് എന്ന് പറഞ്ഞാൽ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ലൈറ്റിന്റെ പ്രസൻസിൽ സ്പ്ലിറ്റ് ചെയ്യിച്ച് 2 ഇലക്ട്രോണും 2 പ്രോട്ടോണും അതുപോലെ ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യിക്കുന്ന പ്രോസസ്സാണ് ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ, ഫോട്ടോ ഓക്സിഡേഷൻ ഓഫ് വാട്ടർ മോളിക്യൂൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇവിടെ നിന്നും വാട്ടറിനെ ഇതേപോലെ ഫോട്ടോലിസിസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന 2 പ്രോട്ടോണിനെ എവിടെ ഉപയോഗിക്കുന്നു? ഇവിടെ NADPയുടെ റിഡക്ഷന് ഉപയോഗിക്കുന്നു. അങ്ങനെ NADPH+H+ ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. സോ ഇവിടുത്തെ പ്രോട്ടോൺ എന്ന് പറയുന്നത് വാട്ടറിന്റെ ഫോട്ടോലിസിസ് വഴി ഉണ്ടാകുന്നതാണ്. എന്നിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു? ഒരു കാരിയർ പ്രോട്ടീൻ നെയിംഡ് ആസ് MN പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു കാരിയർ വഴി നേരെ ഈ P680 പോകുന്നു. അതായത് P680 ഇപ്പോൾ 2 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞപ്പോൾ ഒരു വേക്കന്റ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ഹോൾ അല്ലെങ്കിൽ ഒരു വേക്കന്റ് സ്പേസ് ഉണ്ട് അവിടെ ഇലക്ട്രോണിന്റെ. ആ ഇലക്ട്രോൺ ഡെഫിഷ്യൻസിയെ പരിഹരിക്കാനായിട്ട് ഇവിടെ വാട്ടറിന്റെ ഹൈഡ്രോളിസിസിൽ നിന്നുണ്ടായ 2 ഇലക്ട്രോൺസ് ഒരു MN പ്രോട്ടീൻ വഴി P680 തിരിച്ച് എത്തുന്നു. അപ്പം ഇവിടെ ഹൈഡ്രോളിസിസ് വഴി ഉണ്ടായ പ്രോട്ടോണും ഇലക്ട്രോണും യൂസ് ചെയ്തു. പ്രോട്ടോൺ ഇവിടെ NADPയുടെ റിഡക്ഷൻ ഉപയോഗിച്ചു, അതുപോലെ ഇലക്ട്രോൺ തിരിച്ച് P680 പോയി ആ ഇലക്ട്രോൺ ഡെഫിഷ്യൻസിയെ പരിഹരിക്കാനായിട്ട്. ഓക്കെ, പിന്നെ ഇവിടെയുള്ള ഓക്സിജൻ എന്ന് പറയുന്നത് ഈ റിയാക്ഷന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. ഈ ഓക്സിജൻ ആണ് പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിന്റെ സമയത്ത് റിലീസ് ചെയ്യുന്നത് പുറത്തോട്ട്. സോ ഇവിടെ ഓക്സിജൻ ഉണ്ടാകുന്ന, നമുക്ക് എപ്പോഴും ഡൗട്ട്സ് ഉണ്ടാകാം, വാട്ടറിൽ നിന്നാണോ കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നാണോ പ്ലാന്റ്സ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തു വിടുന്നത്? ഇപ്പൊ ആ സംശയമൊന്നും വേണ്ട, വാട്ടറിന്റെ ഫോട്ടോലിസിസ് വഴിയാണ് ഇവിടെ ഓക്സിജൻ എന്ന് പറയുന്ന ബൈ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത്. സോ ഇങ്ങനെ NADPH+H+ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു ATP ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഒരു സൈറ്റോക്രോം കോംപ്ലക്സിലൂടെ ഈ ഇലക്ട്രോൺസ് പാസ് ചെയ്യുമ്പോൾ ഒരു ATP പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കൂടെ ഒരു NADPH2 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷന്റെയും സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷന്റെയും ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഇത്, ATPയുടെ പ്രൊഡക്ഷൻ. അതുപോലെ ഇവിടെ ഫോട്ടോലിസിസ് ഓഫ് വാട്ടർ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഫോട്ടോലിസിസ് ഒന്നും പഠിച്ചിരുന്നില്ല. ഇവിടെ ഫോട്ടോസിസ്റ്റം 2 നിന്നും ഫോട്ടോസിസ്റ്റം 1 നോൺ സൈക്ലിക് ആയിട്ടാണ് ഇവിടെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ നടക്കുക. അതുകൊണ്ട് ഇത് സൈക്ലിക് പാറ്റേൺ അല്ലാത്തതുകൊണ്ട് ഇതിനെ നോൺ സൈക്ലിക് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ പാറ്റേൺ നമ്മൾ Z സ്കീം എന്നോ അല്ലെങ്കിൽ Z പാറ്റേൺ എന്നോ ഒക്കെ വിളിക്കാറുണ്ട്. കണ്ടില്ലേ, നമ്മൾ ഇതിന്റെ അപ്പിയറൻസ് വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ് ഈ Z സ്കീം എന്ന്, അല്ലെങ്കിൽ മറ്റും Z പാറ്റേണിലാണ് ഈ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. ഇവിടെ ഫോസ്ഫോറിലേഷൻ നടക്കുന്നത് ഈ സൈറ്റോക്രോം കോംപ്ലക്സിനുള്ളിലാണ്. അതുപോലെ ഒരു NADPH2 റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് ഇത്രയുമാണ് നമ്മുടെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ പഠിച്ചു, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. ഇത്രയും സ്റ്റെപ്സിലാണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റ് റിയാക്ഷൻ ഏകദേശം കംപ്ലീറ്റ്. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഡാർക്ക് റിയാക്ഷൻ ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡാർക്ക് റിയാക്ഷൻ എന്താണെന്ന് പഠിക്കാം.